നിങ്ങളുടെ ചാനലിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ, നമ്മുടെ ചാനൽ നെയിം ഉമ്മള്ളി ലൈഫ് സ്റ്റൈലിലാണ്. നമുക്ക് ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തിലും ഏതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇൻസ്റ്റയിലും യൂട്യൂബ് ഞാൻ 2019 തൊട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ യൂട്യൂബ് അത്രയ്ക്ക് അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസ്റ്റ ആൻഡ് ഫേസ്ബുക്ക് അപ്പൊ അതില് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സത്യമായിട്ട് പറഞ്ഞു, യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 60% അവരെടുത്തിട്ട് 40% നമുക്ക് തരണം. അപ്പൊ ആ വീഡിയോ അവര് കൂടുതൽ വ്യൂസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത് കാണും. അങ്ങനെയാണെങ്കിൽ അവർക്കല്ലേ? പക്ഷെ നമുക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ വരുമാനം കിട്ടണമെങ്കിൽ അവരിത് കൂടുതൽ വ്യൂസിലേക്ക് വിടണം. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കി. അതായത് അവരാണ് ആവശ്യക്കാര്. 60% എടുക്കുന്നത് അവരാണ്, ബാക്കി 40% അവർക്കായിരുന്നു. അപ്പൊ അവരാണ് കൂടുതൽ വ്യൂസിലേക്ക് വിടേണ്ടത്. എത്താത്തതിന്റെ കാര്യം നിങ്ങൾ ആ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് എവിടെയാണ് മിസ്റ്റേക്ക് അവരുടെ അൽഗോരിതം പരിശോധിച്ച് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലൊക്കേഷൻ മാറുന്നതിന്റെ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇന്ത്യയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിന്റെ അവരൊരു നിരീക്ഷിക്കുന്ന ഒരു പ്രത്യേക കാര്യം, നിങ്ങൾ ഒരേ കണ്ടന്റ്സ് തന്നെയാണോ കണ്ടന്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പല പല കണ്ടന്റ്സ് ആകുമ്പോൾ അവർക്ക് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് വീഡിയോ ഇടുമായിരുന്നു. ആദ്യം തൊട്ടേ കുക്കിംഗ് ഇടും, ഇപ്പോൾ മേക്കപ്പിന്റെ ആണെങ്കിലും എല്ലാം ഇടുന്നുണ്ട്. മിക്സ് ചെയ്ത് അന്നും ഞാൻ നിങ്ങളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതിൽ ഇപ്പം നിങ്ങൾ പുറത്ത് ടൂർ പോയ കപ്പലിൽ ടൂർ പോയ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നല്ല വീഡിയോസ് നല്ല കണ്ടന്റ്സുമാണ്. ഇനിയിപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങൾ ഇടുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ ടാഗിങ്ങിൻ്റെ ഞങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ റീൽ മീൻസ് യൂട്യൂബിലെ ഷോർട്സും ഫുൾ വീഡിയോയും രണ്ട് സെറ്റ് ഓഫ് കാറ്റഗറി ഓഫ് വ്യൂവേഴ്സിലേക്ക് പോകണേന്ന് തോന്നുന്നു. അതായത് ഷോർട്സ് കാണുന്നവർ ഫുൾ കണ്ടന്റ് ഫുൾ ആ വീഡിയോസ് കാണില്ല, മറ്റൊരു വൈസ് വേഴ്സ് അങ്ങനെ കാണില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പൊ റീൽസിലാണോ അതോ മെയിൻ വീഡിയോസിലാണോ വ്യൂസ് കൂടുതൽ? നമ്മൾ യൂട്യൂബിൽ ഇപ്പൊ വല്ലാതെ ഫോക്കസ് നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേസ് വാല്യൂ കൂടുതൽ ഇൻസ്റ്റയാണ്. UK നിങ്ങൾ അറിയപ്പെടുന്നത് ഫേസ്ബുക്ക് ഓൾസോ. നിങ്ങളെ അറിയപ്പെടാനുള്ള ഒരു പ്രൈം റീസൺ ഇൻസ്റ്റയാണ്. ഫേസ്ബുക്ക് പിന്നെയും നാട്ടിലെ ഒരു ഏജ് UK നിന്നുള്ള വ്യൂസിനേക്കാളും കൂടുതൽ നാട്ടിൽ നിന്നുള്ള വ്യൂവേഴ്സ് ആണോ കൂടുതൽ? അല്ല, എനിക്ക് അവിടുത്തെ ഒരുപോലെയാണ് ഇൻസ്റ്റ ആൻഡ് ഫേസ്ബുക്കിൽ ഇപ്പൊ കുറച്ച് കൂടുതൽ ഏണിംഗ് വരുന്നുണ്ടോ ഫേസ്ബുക്കിൽ നിന്ന്? ഇൻസ്റ്റയിൽ നമ്മുടെ ആയിട്ടില്ല. മീൻസ് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. സിസ്റ്റം ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള സംഭവം ആഡ് ചെയ്തിട്ടുണ്ടോ? അതുണ്ട്, പക്ഷെ അങ്ങനെ വരുന്നില്ല, അതിനൊന്നും വരുമാനമില്ല. പക്ഷെ ഫേസ്ബുക്കിൽ നിന്ന് ഏണിംഗ് എടുക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. സ്ട്രിക്റ്റ് ആണ്, കാരണം നമ്മൾ ചെറിയ റേറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ കണ്ടന്റ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് ഫേസ്ബുക്ക്. ജസ്റ്റ് വൈൻഡ് ഒക്കെ ഇടുമ്പോൾ തന്നെ വൈൻ ഇടുമ്പോൾ ഏജ് റെസ്ട്രിക്ഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് ഫേസ്ബുക്ക്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുമ്പോൾ അതിന് എതിരായിട്ട് നമുക്ക് വയലേഷൻ വരുന്നു പെട്ടെന്ന്. പക്ഷെ യൂട്യൂബ് അങ്ങനെ ചെയ്യുന്നില്ല, ഫേസ്ബുക്കിൽ കൂടുതലായിട്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിനെ കോൺടാക്ട് ചെയ്ത റെസ്പോൺസ് ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ വയലേഷൻ വന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു പാടായിട്ട് തോന്നിയിട്ടുണ്ടോ? പക്ഷെ യൂട്യൂബ് കൃത്യമായിട്ട് തരുന്നുണ്ട്, ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് എന്ത് കണ്ടന്റിലാണെന്നുള്ളത് യൂട്യൂബ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫേസ്ബുക്കിന് നമ്മൾ മെസ്സേജ് അയച്ചാലും അതിന് റിപ്ലൈ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കണ്ടന്റിൽ വയലേഷൻ വന്നത് നമുക്ക് അറിയാൻ എന്ത് പോളിസിയിലാണ് നമുക്ക് വയലേഷൻ? ട്രാൻസ്പെറൻസി കുറവാണ് ഫേസ്ബുക്കിന്, കമ്മ്യൂണിക്കേഷനും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ വീഡിയോസ് എടുക്കുന്നത്? ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് കൂടുതൽ ഞാനാണ് വരുന്നത്. എനിക്ക് എടുത്തു വരും ചാനലിന്റെ പേര് തന്നെ അപ്പൊ ആ ഒരു ഇതില് ഫോക്കസ് ചെയ്തിട്ടാണ്. അല്ല, അതുകൊണ്ട് മാത്രല്ല, അത് അന്നിട്ട് 2019 സ്റ്റാർട്ട് ചെയ്തപ്പോ ഇട്ടു ഒരു എന്തെങ്കിലും വ്യത്യാസം. പക്ഷെ ഫാമിലി കണ്ടന്റ്സ് ആണ്, ട്രാവലിംഗ് വ്ലോഗ്സും ഇവരുടെ എല്ലാം കൂടുതൽ വരുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൊബൈലാണോ ക്യാമറയാണോ എന്താണ്? ക്യാമറയുണ്ട് നമുക്ക്. നമ്മൾ ആദ്യമൊക്കെ ഫുൾ ക്യാമറയില്ല, പക്ഷെ GoPro ഉണ്ട്, നമുക്ക് സോണിയുടെ ക്യാമറ ഉണ്ട്, ഒരു ഐഫോൺ. പക്ഷെ ഏതാണ്
നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്? കൺവീനിയന്റ് ഫോൺ കൺവീനിയന്റ് കാരണം നമുക്കിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മുടെ മൈക്ക് കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ക്യാമറ എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഊരി വെക്കുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യണം, എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും വിസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഭയങ്കര നോട്ടീസ് ചെയ്യപ്പെടും. അതായത് ഒരു വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഇതാവുമ്പോൾ വെറുതെ നോർമലി നമ്മൾ ഫോട്ടോ എടുക്കുന്ന പോലെ നമുക്ക് വീഡിയോ കുറച്ചുകൂടി എളുപ്പമാണ്, എളുപ്പമുണ്ട്. യൂസ് ചെയ്തപ്പോൾ തന്നെ പോക്കറ്റിൽ ഇടാന്നുള്ളൊരു മൈക്ക് യൂസ് ചെയ്യുന്നത് ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നത്? ഡിജെയുടെ ആണ്. ഡിജിയുടെ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. ഏത് മൈക്കാണ് ഡിജിയുടെ? മോഡലൊന്നും അറിയില്ല. 2 റിസീവറും ഇതായിട്ടുള്ള ആകെ ഒരെണ്ണം തന്നെ ഒരു ഇന്റർവ്യൂവിന് പറ്റുന്ന ഒരു മൈക്ക് ഡിജിയുടെ. രണ്ടുപേർക്ക് അതെ. അതായത് ഇനി ഒരെണ്ണമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാവിയിൽ രണ്ടുപേർക്ക് സംസാരിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടല്ല. നമ്മൾ കുറെ കാലത്തിന് ശേഷം ആലോചിച്ച് വാങ്ങി പല വീഡിയോസും ഞാനും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഡിജിയുടെ മൈക്ക് കുത്തിയിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സൗണ്ട് ക്ലാരിറ്റി ഓക്കെ ആണ്. എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ? എഡിറ്റിംഗ് ഞാൻ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള സോഫ്റ്റ്വെയർ? സ്റ്റാർട്ട് ചെയ്ത് അഡോബിന്റെ പ്രീമിയർ പ്രോ, മാസ്റ്റർ ഉണ്ട്, പിന്നെ മാസ്റ്റർ ആയിരുന്നു കുറെ കാലം ഉപയോഗിച്ചത്. പിന്നെ VN ഉണ്ട്. അപ്പൊ ഞാനെല്ലാം അങ്ങനെ സ്വിച്ച് ചെയ്തു. റീൽസിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പരമാവധി ഓപ്പർച്യൂണിറ്റി കുറച്ച് വീഡിയോസ് എടുക്കണം. അതായത് ഒറ്റ ഷോട്ടില്. അതാണ് ഏറ്റവും നല്ലത്. കാരണം വോയിസ് ഓവർ എന്ന് പറഞ്ഞ ഒരു വലിയ ടാസ്ക്. അപ്പോൾ ഇത് കണ്ടന്റ് ക്രിയേറ്റർക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണ്. നമ്മൾ വീഡിയോ എത്രമാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു ചെറിയൊരു ഷോർട്സ് ആണെങ്കിൽ അത്രമുള്ള വീഡിയോസ് എടുക്കും. ഒരു അരമണിക്കൂർ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് നീട്ടിപ്പിടിച്ച് അതിനെ എഡിറ്റ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും ഭേദം 1 മിനിറ്റുള്ള ഷോർട്സ് ആണ്, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് 60 സെക്കൻഡ് ഉള്ളതാണെങ്കിൽ ആ 60 സെക്കൻഡ് എന്നുള്ളത് ഒരു 2 മിനിറ്റ് ഒക്കെ എടുക്കുക. അതിൽ കൂടുതൽ എടുത്തിട്ട് നമ്മൾ അത് എഡിറ്റ് ചെയ്ത് വികൃതമാക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷം. സന്തോഷം. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. താങ്ക് യു.